എനിക്കെതിരെ പ്രസ് മീറ്റ് വിളിച്ചു എന്നൊന്നും പറയരുത്. അതായത് ഇവർ പരാതിക്കാരിയാണ്. ഈ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി നൽകിയതിന് ബഹുമാനപ്പെട്ട സൈബർ പോലീസിനും പൂങ്കുഴലി മാഡത്തിനും പരാതിയുമായി പോയിട്ടാണ് IPC 211 BNS 248 ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചെയ്തില്ല. ഞാൻ ഇനി അടുത്തത് ഞാനത് ചെയ്തില്ല. അയാളാണ് ചെയ്തത്. ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല. എന്നെ അനുകൂലിച്ച ഒരാൾ വീഡിയോ ഇട്ടതാണ്. ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല. ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയും. ഞാനതിനെ ലൈക്ക് പോലും ചെയ്തില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനതിനെ പക്ഷേ ലൈക്ക് പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് വീണ്ടും എനിക്കെതിരെ കേസ് വരും. ഒന്ന്, ഇവർ അതിജീവിതയല്ല. രണ്ട്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു, രാഹുൽ ഈശ്വറിനോട് മാപ്പ് പറയുന്നു. ആ പയ്യൻ, ആ ചെറുപ്പക്കാരന്റെ നന്മയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ശക്തമായ ഭാഷയിലാണ്. അത് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എന്റെ തലയ്ക്ക് വരും. അതുകൊണ്ട് എന്താ അറിയാം, എനിക്കിത് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു നീതി ഈ നാട്ടിൽ വേണ്ടേ? നിങ്ങളെല്ലാം പത്രക്കാരോട് ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുകയാണ്, എന്തെങ്കിലും സത്യവും ധർമ്മവും നീതിയും മനസ്സിൽ വിചാരിച്ചല്ലേ നിങ്ങളെല്ലാം ഈ മാധ്യമ പ്രവർത്തനത്തിന് വന്നത്? അങ്ങനെ തന്നെ ആക്ടിവിസം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും നീതി ഈ നാട്ടിൽ വേണ്ടേ? നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞും ലൈംഗിക സെക്ഷലി കളേർഡ് റിമാർക്കുകൾ പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ത് ഉദ്ദേശമാണ്? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ വസ്തുതകൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ നേരെ പോലീസിന് പരാതി കൊടുക്കുകയാണ്. ലീഗലി വെറ്റഡ് പരാതിയാണ്. നമ്മുടെ ഇവിടുത്തെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് വെറ്റ് ചെയ്തു. 11:30 പ്രസ് മീറ്റ് ഉണ്ട്. ആ പ്രസ് മീറ്റിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പിയും തരും. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഈ കള്ളപ്പരാതി കൊടുക്കുന്ന പ്രവണത നമുക്ക് അവസാനിപ്പിക്കണം. ഈ കള്ളപ്പരാതി ഞാൻ ആരെയും കുറ്റമായിട്ട് പറയില്ല. ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ഈ നാട്ടിൽ കേസോ വിമർശനവും ഇല്ല. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പുരുഷനെ അധിക്ഷേപിച്ച് റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ ഒരു പരാതിയും കാര്യങ്ങളും ഇല്ല. എത്രയോ പേരെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം വിളിക്കുന്നു, ശ്രീ ദിലീപിനെ വിളിക്കുന്നു. ആണുങ്ങൾക്ക് പ്രിവിലേജ് ഒന്നും കൊടുക്കണ്ട, പക്ഷേ കള്ളപ്പരാതിയിൽ കൊടുക്കാതിരുന്നൂടെ? അതുകൊണ്ടാണ് ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ത്രീപക്ഷ നിയമങ്ങൾ വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പുരുഷനെ കള്ളക്കേസിൽ കൊടുക്കാതിരിക്കണം. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ. ഒരു സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പോൾ അതില്ലായിരുന്നു. ഞങ്ങളടക്കമുള്ള ടീമിന്റെ ശ്രമഫലം കൂടിയാണ് ദേശീയ തലത്തിൽ ഒരു പുരുഷ കമ്മീഷൻ രാജ്യസഭയിൽ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആപ്പിന്റെ MP ആണ്, പക്ഷെ ഒരു ബില്ലായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും അത് വേണം. കേരള നിയമസഭയിൽ 246 നമ്പർ ബില്ലായിട്ട് നിയമസഭയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാർ എന്തു പറയും? സ്ത്രീപക്ഷ വിരുദ്ധരായി പോകുമോ എന്ന് പേടിച്ചാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാത്തത്. ഞങ്ങൾ 62 MLA കണ്ടു. കുറച്ചുപേരെ അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളും കണ്ടു. 62 ബഹുഭൂരിപക്ഷം MLA യോജിപ്പാണ്. നിങ്ങൾ മീഡിയക്കാർ എന്തു പറയും? സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കുമെന്ന് പേടിച്ചാൽ